അങ്ങനെ ബലിയിടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ മേമേൻ്റെ ഷീജ മേമ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാമൻ്റെ വീട്ടിൽ വർത്താനമൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. എൻ്റെ അമ്മമ്മയ്ക്ക് മൊത്തം 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ഏറ്റവും മൂത്തത് ഒരു ആൺകുട്ടി, ഇടയിൽ 4 പെൺകുട്ടികൾ, പിന്നെ ഏറ്റവും താഴെ ഒരു ആൺകുട്ടി, അങ്ങനെ കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടിയാൽ ഭയങ്കര ഒരു ഉത്സവം പോലെ എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ നിറയെ ആൾക്കാർ ഉണ്ടാവും, മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടിട്ട്. അപ്പോൾ ഇത് വലിയമാമൻ്റെ വീടാണ്. വലിയമാമൻ്റെ വീട്ടിൽ മാമി ഞങ്ങൾ പോയി നോക്കുമ്പോൾ നല്ല പണിയില്ലാട്ടോ. പായസത്തിൻ്റെ പണി, ചക്കപ്പായസം ഉണ്ടാക്കണ പണിയില്ല. പിന്നെ എന്താണ് കൈപ്പയ്ക്ക തീയലും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ മാമിയുടെ അടുത്ത്, വലിയ മാമിൻ്റെ വീടാണിത്. അപ്പോൾ അവിടുന്ന് കറികളും മാമി ഉണ്ടാക്കിയ സ്പെഷ്യൽ കറികളും പായസമൊക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയ മാമിൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. അവിടെയാണ് അമ്മമ്മ. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഊണ് കഴിക്കുക. അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും കൂടി ഊണൊക്കെ കഴിക്കുക. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഊണൊക്കെ കഴിഞ്ഞ് അവസാനം മാമിയുടെ അടിപൊളി പായസമൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് കുറച്ച് നേരമൊക്കെ അമ്മമ്മേനെയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.